ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്രയോ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലേക്കും മറ്റും പഠിക്കാനായി പോകുന്നത്. അവരവിടെ ലഭിക്കുന്ന സ്കോളർഷിപ്പും മറ്റും കൊണ്ട് പഠിക്കുകയും അവിടെ പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും സ്കോളർഷിപ്പും ഒക്കെയാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം ലഭിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് താമസിച്ചുകൊണ്ട് ആ രാജ്യത്ത് തങ്ങളെപ്പോലെ തന്നെ പഠിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാനോ ഒക്കെ വന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് ലോകത്തെ ഒരു രാജ്യവും അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു രാജ്യത്തെ പൗരൻ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും പരസ്യമായി അവർക്ക് സ്തുതിപാടാനുമൊക്കെ നടക്കുന്നത് ഒരു രാജ്യവും ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരക്കാരെ ഇപ്പോൾ നിരന്തരമായി പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കൊളംബിയ സർവകലാശാലയിൽ വൻതോതിലുള്ള പ്രക്ഷോഭമാണ് നേരത്തെ നടത്തിയിരുന്നത്. സർവകലാശാല ക്യാമ്പസിലേക്ക് ഇരച്ചു കയറിയ ഇവർ അവിടുത്തെ പല കെട്ടിടങ്ങളും തല്ലുതകർക്ക് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊളംബിയ സർവകലാശാല വലിയൊരു പാരമ്പര്യമുള്ള ഒരു സർവകലാശാലയാണ്. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പലരും തങ്ങളുടെ അക്കാഡമിക് നിലവാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് പ്രവേശനം ലഭിച്ചെത്തുന്നത്. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രചരണം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ഏതായാലും അടുത്ത ഒരു പക്ഷേ ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ആകാം ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു തരത്തിലും ട്രംപിന്റെ വാക്കുകൾ അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സർവകലാശാല അധികൃതർ പോലും തയ്യാറായിരുന്നില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അവിടുത്തെ സർവകലാശാലയുടെ പ്രസിഡന്റ് അഥവാ നമുക്ക് വൈസ് ചാൻസലർ തുല്യമായ പദവിയിലുള്ള വ്യക്തി പോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടിനെ തള്ളിക്കളയുകയായിരുന്നു. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള കൈകടത്തലാണെന്ന രീതിയിലാണ് അദ്ദേഹവും പ്രതികരിച്ചത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ഹവാർഡ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാര്യം അത്രയും കർശനമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിദ്യാർത്ഥികൾ കയറിപ്പറ്റി ലോകത്തെ ഏറ്റവും നിലവാരമുള്ള സർവകലാശാലയെ പോലും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പിടികൂടി മൊഹ്സിൻ മഖ്ദവിയെക്കുറിച്ചും അത്ര നല്ല റിപ്പോർട്ടല്ല അമേരിക്കൻ സർക്കാരിന് ലഭിച്ചത് എന്നാണ് സൂചന. ഏതായാലും വളരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ നാളെ സർവകലാശാലകളുടെ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടി നാട് കടത്തുക എന്നുള്ളത് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്ന കാര്യത്തിൽ അത് അവരുടെ ജോലി തന്നെയാണ്, അത് അവരുടെ കടമയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.